എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും മനുഷ്യാവകാശം എന്ന വാക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാവും, അല്ലേ? പക്ഷേ ഈ ആശയങ്ങൾക്ക് എങ്ങനെയാണ് നിയമത്തിന്റെ ഒരു ശക്തി കിട്ടുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യാവകാശങ്ങളെ വെറും കടലാസിലെ വാക്കുകളിൽ നിന്ന് രാജ്യങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരായ നിയമങ്ങളാക്കി മാറ്റിയ രണ്ട് നിർണായക ഉടമ്പടികളെക്കുറിച്ചാണ്. അപ്പോ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ഒരു മനുഷ്യാവകാശത്തിന് എങ്ങനെയാണ് ശരിക്കും ഒരു പല്ല് കിട്ടുന്നത്? അതായത് രാജ്യങ്ങളെ അവരുടെ പൗരന്മാരോട് ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്ന ആ ഒരു നിയമപരമായ ശക്തി, അത് എവിടെ നിന്നാണ് വരുന്നത്? വാ നമുക്ക് കണ്ടെത്താം. നമ്മുടെ ആദ്യത്തെ വാദം ഇതാണ്: ആശയങ്ങളും നിയമവും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, ഒരാശയം എത്രയൊക്കെ മഹത്തരമാണെങ്കിലും അതിന് നിയമത്തിന്റെ ഒരു പിൻബലം കിട്ടുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്. നമുക്കതൊന്ന് വിശദമായി നോക്കാം. 1948 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം, അതായത് UDHR, പുറത്തിറക്കി. അതൊരു ചരിത്ര സംഭവം തന്നെയായിരുന്നു. അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞൊരു മഹത്തായ പ്രഖ്യാപനം. പക്ഷേ അതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു. എന്താണെന്നോ? ഇത് നിയമപരമായി രാജ്യങ്ങളെ ഒന്നിനും നിർബന്ധിക്കുന്ന ഒന്നായിരുന്നില്ല. അതായത് മനോഹരമായൊരു വാഗ്ദാനം, പക്ഷെ അതൊരു നിയമമായിരുന്നില്ല. അപ്പം ഈ ഒരു നിയമപരമായ വിടവ് നികത്താൻ വേണ്ടിയാണ് രണ്ട് വളരെ പ്രധാനപ്പെട്ട ഉടമ്പടികൾ നിലവിൽ വന്നത്. നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ആ ഉടമ്പടികളെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു യാത്രയ്ക്ക് കുറച്ചധികം സമയമെടുത്തു കേട്ടോ. 1948 UDHR എന്ന ആശയം വന്നു. അതിനുശേഷം 18 വർഷങ്ങൾ കഴിഞ്ഞു. 1966 ഐക്യരാഷ്ട്രസഭ ഈ രണ്ട് ഉടമ്പടികൾ അംഗീകരിക്കുന്നത്. എന്നിട്ടും തീർന്നില്ല. അവ അന്താരാഷ്ട്ര നിയമമായി മാറാൻ പിന്നെയും 10 വർഷമെടുത്തു. അതായത് 1976 അത് സംഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാശയത്തിൽ നിന്ന് നിയമത്തിലേക്കുള്ള ആ യാത്രയുടെ ദൂരം. ശരി, അപ്പോ ഈ രണ്ട് ഉടമ്പടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സിവിൽ രാഷ്ട്രീയ അവകാശങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ഉടമ്പടി, അഥവാ ICCPR. രണ്ടാമത്തേത് സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ഉടമ്പടി, അഥവാ ICESCR. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. ICCPR എന്ന് പറയുന്നത് ഒരു പരിച പോലെയാണ്. ഭരണകൂടം നമ്മുടെ കാര്യങ്ങളിൽ അന്യായമായി ഇടപെടുന്നതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. എന്നാൽ ICESCR ഒരു ഏണി പോലെയാണ്. നമുക്ക് അന്തസ്സുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഭരണകൂടം തരേണ്ട സഹായങ്ങൾ ഉറപ്പാക്കുന്നു. അപ്പോൾ ഈ പരിച അഥവാ ICCPR നമുക്ക് എന്തൊക്കെ സംരക്ഷണമാണ് തരുന്നത്? ജീവിക്കാനുള്ള അവകാശം, പീഡനങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചനം, ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശം, പിന്നെ ചിന്തിക്കാനും അഭിപ്രായം പറയാനുമുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം, ഇവയെല്ലാം ഭരണകൂടത്തിന് നമ്മളിൽ നിന്ന് എടുത്തുമാറ്റാൻ പാടില്ലാത്ത അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളാണ്. ഇനി നമുക്ക് ആ ഏണിയുടെ കയം നോക്കാം, അതായത് ICSCR. ഇത് അന്തസ്സുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മളെ സഹായിക്കുന്ന അവകാശങ്ങളാണ്. ജോലി ചെയ്യാനും ന്യായമായ ശമ്പളം കിട്ടാനുമുള്ള അവകാശം, സാമൂഹിക സുരക്ഷ, ഭക്ഷണം, വീട്, ആരോഗ്യം എന്നിവയ്ക്കുള്ള അവകാശം, പിന്നെ വിദ്യാഭ്യാസത്തിനും സാംസ്കാരിക ജീവിതത്തിൽ പങ്കാളിയാകാനുമുള്ള അവകാശം. ഇവിടെയെല്ലാം ഭരണകൂടം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരേണ്ടതുണ്ട്. ഇവിടെയാണ് ഈ രണ്ട് ഉടമ്പടികളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം വരുന്നത്. ICCPRലെ അവകാശങ്ങളുണ്ടല്ലോ, അത് ഉടനടി നടപ്പാക്കേണ്ടവയാണ്. ഒരു രാജ്യത്തിനും അത് വൈകിപ്പിക്കാൻ ഒരു ന്യായീകരണവുമില്ല. എന്നാൽ ICESCRലെ അവകാശങ്ങൾ ക്രമാനുഗതമായ സാക്ഷാത്കാരം എന്ന തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ അർത്ഥം, രാജ്യങ്ങൾ അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾക്കനുസരിച്ച് കാലക്രമേണ ഈ അവകാശങ്ങൾ ഉറപ്പാക്കിയാൽ മതി. ഇത് വളരെ നിർണായകമായൊരു വ്യത്യാസമാണ്, ഓർത്തുവെക്കണം. ശരി, ഇപ്പോ ഇതെല്ലാം കടലാസിലുണ്ട്, വളരെ നല്ല കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നടപ്പിലാവുന്നത്? നമ്മുടെ മൂന്നാമത്തെ ഭാഗം അതാണ്: അവകാശങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ഇതിനൊരു സിസ്റ്റമുണ്ട് കേട്ടോ. ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സാണെന്ന് പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ്: ഒരു രാജ്യം ഈ ഉടമ്പടി ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. 2, ആ രാജ്യം മനുഷ്യാവകാശ രംഗത്ത് തങ്ങൾ എന്തുമാത്രം പുരോഗമിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ട് കൊടുക്കണം. 3, UNന്റെ ഒരു വിദഗ്ധ സമിതി ഈ റിപ്പോർട്ടുകളൊക്കെ വിശദമായി പരിശോധിക്കും. 4, ഈ സമിതി കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട ശുപാർശകൾ നൽകും. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ സ്വന്തം ഇന്ത്യ. 1979 ഇന്ത്യ ഈ രണ്ട് ഉടമ്പടികളും അംഗീകരിക്കുന്നത്.
അതോടുകൂടി ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇന്ത്യയിലെ നിയമങ്ങളെയും എന്തിന് നമ്മുടെ സുപ്രീം കോടതിയുടെ പല സുപ്രധാന വിധികളെയും സ്വാധീനിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന്, ജീവിക്കാനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ലോകം മുഴുവൻ നോക്കിയാൽ ഈ ഉടമ്പടികൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. രാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഇതൊരു നിയമപരമായ അടിത്തറ നൽകി. ലോകമെമ്പാടുമുള്ള ഒരുപാട് രാജ്യങ്ങളുടെ ഭരണഘടനകളെയും ദേശീയ നിയമങ്ങളെയും ഇത് സ്വാധീനിച്ചു. ആക്ടിവിസ്റ്റുകൾക്കും സിവിൽ സൊസൈറ്റി സംഘടനകൾക്കും ഇതൊരു നിയമപരമായ ആയുധം തന്നെയായി മാറി. ജയിൽ പരിഷ്കരണം, തൊഴിൽ അവകാശങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇങ്ങനെ ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് ഇത് വലിയ പിന്തുണ നൽകി. പക്ഷേ ഈ കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ട്. ഈ സിസ്റ്റം അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഇതിനും അതിൻ്റേതായ ചില വിള്ളലുകളുണ്ട്. നമ്മുടെ 4ാമത്തെ ഭാഗം അതാണ്, വിള്ളലുകളുള്ള ഒരു സംവിധാനം. വാഗ്ദാനം ഇതായിരുന്നു: ഈ ഉടമ്പടികൾ അംഗീകരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇത് നിയമപരമായി ബാധകമാണ്. എന്നാൽ യാഥാർത്ഥ്യമെന്താണ്? പലപ്പോഴും ശക്തരായ രാജ്യങ്ങൾക്ക് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ നിയമങ്ങളെ അവഗണിക്കാനാകും. അതായത്, നിയമപരമായ ബാധ്യത ഒരു വശത്ത്, രാഷ്ട്രീയ ഇച്ഛാശക്തി മറുവശത്ത്. ഇതിനിടയിൽ വലിയൊരു വിടവ് കാണാം. ഇനി പ്രധാനപ്പെട്ട കുറച്ച് വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഇത് നടപ്പാക്കാൻ യുഎന്നിന്റെ കയ്യിൽ ഒരു സൈന്യമൊന്നുമില്ല. ഒരു രാജ്യത്തെയും നിർബന്ധിക്കാൻ കഴിയില്ല. രണ്ടാമത്, വലിയ രാജ്യങ്ങൾ പലപ്പോഴും സ്വന്തം പരമാധികാരത്തിനോ രാഷ്ട്രീയത്തിനോ ആണ് മുൻഗണന കൊടുക്കുന്നത്. മൂന്നാമത്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്രമാനുഗതമായ സാക്ഷാത്കാരം പോലുള്ള ചില വാക്കുകൾ നടപടികൾ വൈകിപ്പിക്കാനുള്ള ഒരു കാരണമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പിന്നെ ചില രാജ്യങ്ങൾ ഉടമ്പടികൾ അംഗീകരിക്കുമെങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിവുകഴിവുകൾ പറയാറുണ്ട്. അതുപോലെ വ്യക്തിപരമായ അവകാശങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നത് ഒരു പാശ്ചാത്യ ചിന്താഗതിയാണെന്നും ചിലർ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ കഥയുടെ 2 വശങ്ങളും ഒരുമിച്ചു ചേർത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ 5ാമത്തെയും അവസാനത്തെയും ഭാഗം, അവകാശങ്ങൾക്കായുള്ള തുടർ പോരാട്ടം. എല്ലാ പരിമിതികളും നിലനിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം: ഈ ഉടമ്പടികൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവന്നു. അവ മനുഷ്യാവകാശങ്ങളെ ഒരു നല്ല ധാർമ്മിക ആശയമെന്ന നിലയിൽ നിന്ന് നിയമപരമായ ഒരു ബാധ്യതയാക്കി മാറ്റി. സ്വാതന്ത്ര്യവും അന്തസ്സുമൊന്നും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമല്ല, മറിച്ച് അത് സാർവത്രികമായ അവകാശങ്ങളാണെന്ന ചിന്ത ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ഇത് ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു അവകാശം വെറും കടലാസിൽ നിലനിൽക്കുന്നു, പക്ഷെ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ എന്തു മൂല്യമാണുള്ളത്? ഒരു പക്ഷേ മനുഷ്യാവകാശങ്ങളുടെ ഭാവി ഈ ചോദ്യത്തിനുള്ള നമ്മുടെ ഉത്തരത്തെ ആശ്രയിച്ചിരിക്കും.